എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ അശ്വതി രജീഷ്. അങ്ങനെ നമ്മുടെ 12 kg വെയിറ്റ് ലോസ് ചലഞ്ചിന്റെ 30ാമത്തെ ദിവസം ഇന്ന് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. സോ ഈ ഒരു മില്ലറ്റ് സീരീസിൽ ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ചാമ അല്ലെങ്കിൽ ചാമയരി എന്നൊക്കെ വിളിക്കുന്ന ലിറ്റിൽ മില്ലറ്റിനെ കുറിച്ചാണ്. ഒരുപാട് ഔഷധ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്നാണ് ചാമ. ആദ്യം നമുക്ക് ഇതിൽ അടങ്ങിയിരിക്കുന്ന പോഷകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 100 ഗ്രാം പാകം ചെയ്തെടുത്ത ചാമയിൽ 119 കിലോ കാലറീസ് ആണ് അടങ്ങിയിട്ടുള്ളത്. കാർബോഹൈഡ്രേറ്റ്സ് 23.7 ഗ്രാം, പ്രോട്ടീൻസ് 3.1 ഗ്രാം, ഫാറ്റ് 1.3 ഗ്രാം, ഫൈബർ 1.7 ഗ്രാം, കാൽഷ്യം 17 മില്ലിഗ്രാം, അയൺ 0.8 മില്ലിഗ്രാം, മഗ്നീഷ്യം 37 മില്ലിഗ്രാം, ഫോസ്ഫറസ് 90 മില്ലിഗ്രാം, പൊട്ടാസ്യം 61 മില്ലിഗ്രാം ഇവയെല്ലാം അടങ്ങിയിട്ടുണ്ട്. കൂടാതെ ബി വൈറ്റമിൻസ് ആയിട്ടുള്ള നയാസിൻ, തയമിൻ, റൈബോഫ്ലാവിൻ ഇവയും ചെറിയ അളവിൽ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ചാമയുടെ ആരോഗ്യ ഗുണങ്ങൾ ഏതൊക്കെയാണെന്ന് ഓരോന്നായിട്ട് പരിശോധിക്കാം. അതിൽ ഏറ്റവും ആദ്യം ഇത് പ്രമേഹം അഥവാ ടൈപ്പ് 2 ഡയബറ്റിസ് നിയന്ത്രിക്കാൻ സഹായിക്കും എന്നുള്ളതാണ്. ഇതിന്റെ ഗ്ലൈസിമിക് ഇൻഡെക്സ് ചോറിനേക്കാൾ വളരെയധികം കുറവാണ്. അതുകൊണ്ട് തന്നെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വളരെ പതിയെ മാത്രമേ ഇത് കഴിച്ചാൽ കൂടുകയുള്ളൂ. ഇത് പ്രമേഹ രോഗികൾക്ക് ഏറ്റവും നല്ലതായതുകൊണ്ട് തന്നെ പ്രമേഹ രോഗികൾക്ക് ചോറിന് പകരം ചാമയരി ഉപയോഗിക്കാം. രണ്ടാമതായിട്ട് ഇത് വെയിറ്റ് കുറയ്ക്കാൻ സഹായിക്കും എന്നുള്ളതാണ്. ഇതിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ചാമയരി കുറച്ച് കഴിച്ചാൽ തന്നെ നമുക്ക് വിശപ്പ് മാറുകയും കുറേ നേരത്തേക്ക് പിന്നെ വിശക്കുകയില്ല. അതുകൊണ്ട് തന്നെ വെയിറ്റ് കുറയ്ക്കാൻ ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് ചാമയരി. മൂന്നാമതായിട്ട് ഇത് ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തും എന്നുള്ളതാണ്. ഇതിലടങ്ങിയിട്ടുള്ള മഗ്നീഷ്യവും ആന്റി ഓക്സിഡൻസും എല്ലാം തന്നെ നമ്മുടെ BP കൺട്രോൾ ചെയ്ത് നോർമലാക്കി വെക്കുന്നതിനും കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ടും സഹായിക്കുന്നുണ്ട്. നാലാമതായിട്ട് ഇത് എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കും എന്നുള്ളതാണ്. ഇതിലടങ്ങിയിരിക്കുന്ന കാൽഷ്യം, ഫോസ്ഫറസും എല്ലുകളുടെയും പല്ലുകളുടെയും ഒക്കെ ബലം കൂട്ടാൻ സഹായിക്കുകയും അതുവഴി ഓസ്റ്റിയോപോറോസിസ്, എല്ല് തേയ്മാനം തുടങ്ങിയ അസുഖങ്ങൾ പരിഹരിക്കാനും സഹായിക്കുന്നു. അഞ്ചാമതായിട്ട് ഇത് ദഹനം മെച്ചപ്പെടുത്താനും മലബന്ധം പോലെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനും നല്ലതാണ് എന്നുള്ളതാണ്. അതിന്റെ പ്രധാന കാരണം ഇതിലടങ്ങിയിരിക്കുന്ന ഫൈബറുകൾ പ്രീബയോട്ടിക്സ് ആയിട്ട് ആക്ട് ചെയ്യും എന്നുള്ളതാണ്. അതായത് ഈ ഫൈബറുകൾ നമ്മുടെ കുടലിലുള്ള നല്ല ബാക്ടീരിയകൾക്ക് ഭക്ഷണമാവുകയും ഇവയെ പോഷിപ്പിക്കുകയും ചെയ്യും. ഇതുവഴി നമ്മുടെ ദഹന വ്യവസ്ഥയുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാനും നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനും സഹായിക്കുന്നു. ആറാമതായിട്ട് ഇത് ഗ്ലൂട്ടൻ ഫ്രീ ആണെന്നുള്ളതാണ്. അതായത് ഗ്ലൂട്ടൻ ഇൻടോളറൻസ് ഒക്കെ ഉള്ള ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ആൾട്ടർനേറ്റീവ് ആണ് ചാമയരി. ഏഴാമതായിട്ട് ഇതിൽ ബി വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ തലച്ചോറിന്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താനായിട്ടും ഇത് കഴിക്കുന്നതുകൊണ്ട് സാധിക്കും. സോ ഇത്രയാണ് ചാമയുടെ എടുത്തു പറയേണ്ട ഗുണങ്ങൾ. ഇത് നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാം. കഞ്ഞിയായിട്ട് ഉപയോഗിക്കാം, ഉപ്മാവായിട്ട് ഉപയോഗിക്കാം, പിന്നെ നമുക്ക് അരിക്ക് പകരം ചാമ ഉപയോഗിച്ചിട്ട് ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കാം. ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് രീതിയിൽ വേണേൽ ഉപയോഗിക്കാം. എങ്കിലും ചാമ ദിവസം ഉപയോഗിക്കാതിരിക്കുക. മില്ലറ്റുകൾ പൊതുവെ ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ളവയാണ്. അതുകൊണ്ട് സ്ഥിരമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഇത് ദഹനവ്യവസ്ഥയെ മെച്ചപ്പെടുത്തുന്നതിന് പകരം ബുദ്ധിമുട്ടിലാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരാഴ്ചയിൽ 2-3 നേരം നിങ്ങൾക്ക് ചാമ കഴിക്കാം. അല്ലാത്ത നേരം നിങ്ങൾക്ക് ചോറോ ഗോതമ്പോ ഒക്കെ ഉപയോഗിക്കാം. സോ ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവർക്കും ഉപയോഗപ്പെട്ടെന്ന് കരുതുന്നു. ഇനി ഇന്നത്തെ വിശേഷത്തിലേക്ക് പോകാം. രാവിലെ എഴുന്നേറ്റു 3 ഗ്ലാസ് ചെറു ചൂടുവെള്ളം കുടിച്ചു. അതിനുശേഷം 45 മിനിറ്റ് എക്സസൈസ് ചെയ്തു. 9 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റായി കഴിച്ചത് 2 ഇഡ്ഡലിയും ചട്നിയും സാമ്പാറുമാണ്. 11 മണിക്ക് ഒരു ലൈറ്റ് വിത്തൗട്ട് ചായയും നിലക്കടലയും കഴിച്ചു. ഉച്ചയ്ക്ക് 2 റോബസ്റ്റ പഴവും ബദാമും വാൽനട്ടും മുരിങ്ങയിലുപ്പേരിയും ബീട്രൂട്ട് ഉപ്പേരിയും ഒരു കഷ്ണം മീനും കഴിച്ചു. 4 മണിയായപ്പോൾ കുറച്ച് നിലക്കടല കൂടെ കഴിച്ചു. 5 മണിക്ക് ഒരു ഗ്ലാസ് സ്റ്റീൽ കട്ട് ഓട്സിന്റെ കഞ്ഞിയും സോയാ ചങ്ക്സിന്റെ ഉപ്പേരിയും കുറച്ച് തണ്ണിമത്തനും കഴിച്ച് നിർത്തി. സോ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇനി നാളത്തെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.